മുത്തിന് പണി കൊടുക്കാനല്ലേ? സത്യം പറ മമ്മി, അതിനല്ലേ മമ്മി വന്നത്? കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡാഡി കേട്ടോണ്ട് വന്നാലുണ്ടല്ലോ. മിണ്ടാതിരിക്ക പണിക്കുട്ടി. ഡാഡി ഒന്നും കേൾക്കാൻ പോണില്ല മമ്മി. ഡാഡി വരുമ്പോ ഞാൻ പറയാതിരുന്നാൽ പോരെ? ഞാൻ പറയുമ്പോഴല്ലേ ഡാഡി കേൾക്കുള്ളൂ. അല്ല, ആ പിശാചി എവിടെ? അവൾ എവിടേക്കാ പോയേ? അവളുടെ തിരുമോന്ത കാണാനില്ലല്ലോ. മമ്മി, അവളുടെ റൂമിൽ പോയി ഇരിപ്പുണ്ടാവും. ആന്റി, അവളെ ടൂറ് കഴിഞ്ഞ് വന്ന വിവരമൊക്കെ അവളുടെ അമ്മക്ക് വിവരിച്ചു കൊടുക്കായിരിക്കും. അതിന് അവളുടെ അമ്മ എവിടെ? അവളുടെ അമ്മയെ നമ്മൾ പൊട്ടിച്ചു കളഞ്ഞില്ലേ? ഇപ്പൊ അവൾക്ക് പരാതി പറയാൻ ഫോട്ടോ പോലും ഇല്ലല്ലോ. എന്നാലും മോള്, ആ പൊട്ടി ഫോട്ടോസ് ഒന്നും പിന്നെ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ എവിടെയാ? അതാന്റി, അവള് പെറുക്കി നേരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഉണ്ടാവും. അവിടെ ഒന്നും കാണുന്നില്ല. കണ്ട ഞാനെടുത്ത് കത്തിച്ചു കളയണമെന്ന് വിചാരിച്ചതാ. അതാ മോളോ, ഞാനും കുറെ നോക്കിയതാ. എനിക്കൊന്നും കിട്ടിയില്ല. എന്തായാലും അത് പൊട്ടിയതല്ലേ, അപ്പൊ അത് വേസ്റ്റിലിട്ട് കത്തിക്കണമെന്നാണ് വിചാരിച്ചത്. മമ്മി, അതൊക്കെ അവൾ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. നമുക്കൊന്നും അത് കാണാൻ കിട്ടത്തില്ല. മമ്മി, ഇതാ അവള്. എന്ത് തവളയോ? ഈ മമ്മിയുടെ ചെവി എന്താ പൊട്ടിയും പോയോ? ഒന്നും കേൾക്കുന്നില്ലേ ഇപ്പൊ? മമ്മി, മുത്ത് വന്നെന്നാ ഞാൻ പറഞ്ഞത്. ആ നാശം പിടിച്ച പെണ്ണ് വന്ന എനിക്കെന്താ? ഞാൻ അവളെ നിന്ന് ബഹുമാനിക്കണോ? ചെറിയമ്മേ, ഇത് ചെറിയമ്മയുടെ ഡ്രസ്സൊക്കെ അലമാരക്കകത്തേക്ക് വെക്കട്ടെ? അല്ല, നീ അത് മൊത്തം ഈ തറയിലൂടെ വലിച്ചെറിയേ. അതല്ലേ നമ്മൾ സാധാരണ ചെയ്യാറ്. നേരെ മടക്കി വെച്ചിട്ടുണ്ടോടി അത്? അതിനൊക്കെ ചുളിവുണ്ടോ? ഉണ്ട് മമ്മി, ചെറിയ ഡ്രസ്സൊക്കെ കണ്ട മനസ്സിലാവും. നേരെ വന്ന് അവള് മടക്കിയിട്ടില്ല, ചുളിഞ്ഞിട്ടായിരിക്കുന്നേ. അല്ല ചെറിയമ്മേ, ഞാൻ ടൂർ പോകുമ്പോ അലക്കിയിട്ടതായിരുന്നു. ഇപ്പൊ വന്നിട്ട് എല്ലാം ഇസ്തിരി ഇട്ടതാ. ഒന്നിനും ഒരു ചുളിവുമില്ല. ചെറിയമ്മ നോക്ക്. ഞാൻ കള്ളം പറയുന്നതല്ല മമ്മി. ആ മുകളിലത്തെ ഡ്രസ്സ് കണ്ടോ? ആ സൈഡ് ചുളിഞ്ഞു നിൽക്കുന്നത്. നീ നേരെ ഇസ്തിരി ഇട്ടില്ലേടി? എന്നോടുള്ള ദേഷ്യം നീ എന്റെ ഡ്രസ്സിൽ ചേർത്തോ? ഇല്ല ചെറിയമ്മേ, ഞാൻ നേരെ സൂക്ഷിച്ച് നേരെ വന്ന് ഇസ്തിരി ഇട്ടതാ. വന്ന പാടെ ഞാൻ ചെറിയമ്മയുടെ ഡ്രസ്സ് ഇസ്തിരി ഇടാനാണ് നിന്നത്. നിന്ന് മോങ്ങാതെ അലമാരക്കകത്തേക്ക് വെക്കടി അത്. നീ എവിടെ പോവാടി? ഞാൻ അപ്പുറത്ത് നിനക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചത്. ചെറിയമ്മേ, എന്റെ കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ. ഒന്ന് ഇവിടെ ഇരുന്ന് തടവിട്ടാ. കുറെ ഡ്രസ് എല്ലാം അലക്കാനുണ്ടായിരുന്നു. വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ അലക്കിയിട്ടിട്ട് വന്നാ പോരെ ചെറിയമ്മേ? പോരാ, ഇപ്പൊ തന്നെ എന്റെ കാല് തടവിട്ടാ. എനിക്ക് നല്ല കാല് വേദനയുണ്ട്. എന്നാ താമസിച്ച് നിൽക്കാതെ ഇവിടെ കേറി ഇരിക്കടി. നേരെ വന്നും തടവ്. വേദന നല്ലപോലെ അങ്ങോട്ട് പോവട്ടെ. നിന്നെയൊക്കെ നോക്കി അലഞ്ഞു തിരിഞ്ഞ് നടന്നതല്ലേ. എന്റെ കാലിനൊക്കെ നല്ല വേദനയാ. അച്ഛാ, എന്റെ സുന്ദരിക്കുട്ടിക്ക് പഴത്തോലി ഇഷ്ടല്ലേ? അവിടെ ഇന്ന് തിന്നോ നീ? അതെന്താ രണ്ടെണ്ണം തിരിഞ്ഞു നോക്കാത്തത്? നേരത്തെ കിട്ടത് അത്ര പിടിച്ചിട്ടില്ല തോന്നുന്നു. ഇനിയിപ്പൊ പഴം കൂടി കൂട്ടി വേണ്ടിവരോ? തൊലി മാത്രം കൊടുത്തത് പറ്റിയിട്ടുണ്ടാവില്ല. അതെ, എന്റെ വിശപ്പാണ് മാറട്ടെ, എന്നിട്ടല്ലേ നിങ്ങൾക്ക് പഴം തരുന്നത്? ഇത്ര ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നിങ്ങളെ നോക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ആര് നോക്കാനാ നിങ്ങളെ? പച്ചോനി അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ വല്യമ്മ. ഇനി പതിയെ ഇങ്ങനെ പോകുക. ഞാനിപ്പോ പാർക്കോട്ടിടത്തേക്ക് പോകുകയാണ് പറഞ്ഞ എന്തെങ്കിലും ഒരു പണി തിരിച്ച്, അല്ലെങ്കിൽ കടയ്ക്ക് വേണ്ടാകും, എന്തെങ്കിലും ഒരു പണി എടുക്കേണ്ടി വരും. ഒരു തൊഴിലും തരാത്തൊരു വല്യമ്മ. ചേച്ചിന്റെ ഇടയിൽ പോകുമ്പോഴല്ലേ എന്നെ കാണുള്ളൂ. മാത്രമേ ചാടാ തൽക്കാലം, അതാ നല്ലത്. ഈ വല്യമ്മ എന്താ മനുഷ്യന്മാരെ കാണാൻ വേണ്ടിട്ടാ ഇവിടെ കൊടുന്ന് തിന്നുന്നത്? തീറ്റ കഴിയുമ്പോ
എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എടക്കൂർക്ക ഇജ്ജെവിടുന്ന് ഈ പൊട്ടിപ്പൊറപ്പെട്ടിക്കണത്? വല്യമ്മക്ക് അതൊക്കെ പറഞ്ഞാ മതി. വല്യമ്മനോടാരാ വജ്ജില് പഴത്തൊലിയിടാൻ പറഞ്ഞത്? അന്നോട് പാടാ അവിടെ പോയിട്ട് ഊരിയും കുത്തി വിൽക്കാൻ പറഞ്ഞത്? മനുഷ്യന്മാര് പോണ വഴിയാണ്. ചിരിച്ചോളി ചിരിച്ചോളി. വേറെ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിലേ ഓല് വല്യമ്മനെ ജയിലിൽ കൊണ്ടിടും. ചെറുക്ക, അന്റെ മുഖത്ത് മത്തങ്ങ പോലെ രണ്ട് കണ്ണുണ്ടല്ലോ. പോരാത്തിന് ഒരു സോഡ ഗ്ലാസ് ഉണ്ട്. എന്നിട്ട് എനിക്ക് കണ്ണുണ്ടില്ലേ? ആ പേരുടെ ഉള്ളിലൊന്നും സ്ഥലമില്ലാഞ്ഞിട്ട് എന്നാ ഈ പുറത്തു നിന്ന് പഴം തിന്നുന്നത്? എന്നിട്ട് പോരാത്തിന് വജ്ജക്ക് തൊലിയിടലും. എടി ചെറുക്ക, എനിക്കിന്റെ ഐഡിയ മനസ്സിലാകാത്താണ്. ഞാനിവിടെ തിന്നാല് പഴം എനിക്കും നിന്നാ തൊലി പശുക്കൾക്കും കൊടുക്ക. അവിടെയാണെങ്കി ഇപ്പൊ അത് നടക്കോ? അത് വെറുതെ ഇങ്ങനെ ഈച്ചാർത്തി ഇരിക്കല്ലേ അവിടെ പഴത്തൊലി. എന്നാ പശുവിനും കൊടുത്ത കുൽസൂനും തിന്നാ. രണ്ടാളും അവിടെ തിന്നിട്ട് കുത്തിരുന്നോ? ആരെങ്കിലും വെക്കുമ്പോഴേ അപ്പൊ അങ്ങോട്ട് വിവരം അറിയാം. ഞാനിപ്പോ ഇത്ര പറയുന്നുള്ളൂ. അല്ല, അതൊക്കെ പറഞ്ഞിട്ട് ഇജ്ജെന്നിട്ടാ? ഇച്ചത് തൊയിരം തീരോ? എവിടെയെങ്കിലും തൊയിരം കിട്ടുമെന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ. ഗൗരവം വിടാതെ പോകാം, അതപ്പൊ നല്ലത്. അല്ലെങ്കിലേ പിന്നെ അപ്പ വിളിച്ചു വരുത്തു വന്നിട്ട്. എന്താ കുൽസു ഒന്ന് ഇത്ര സന്തോഷം? ഒന്നുമില്ല ബാല, ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ. അല്ല കുൽസോ, എവിടെ നോക്കിയാലും അന്റെ പശുക്കളും അന്റെ കോഴികളും തന്നെയാണല്ലോ. മനുഷ്യന്മാർക്ക് ഇതിനൊന്നും വജ്ജ് നടക്കണ്ടേ? ഇന്റെ പജ്ജും ഇന്റെ ആടും ഇന്റെ കോഴിയൊക്കെ നടന്നിട്ട് ബാക്കി സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങളൊക്കെ ഇതിനെ പോയാ മതി. പിന്നെ അവിറ്റേക്കും ജീവിക്കണ്ടേ? ഇങ്ങക്ക് മാത്രം ജീവിച്ചാ മതിയോ? അന്റെ ഒരു കോഴി, അന്റെ ഒരു പജ്ജും, അന്റെ ഒരു ആടും. അല്ല മനുഷ്യ, ഇങ്ങക്ക് മുഖത്ത് മത്തങ്ങ പോലത്തെ രണ്ട് കണ്ണുണ്ടല്ലോ. എന്നിട്ട് അവിടെ പഴത്തൊലി കിടക്കണ കണ്ടില്ലേ? അത് ശരി, പഴത്തൊലി മുഴുവനും തിന്നിട്ട് ഇവിടെ ഇട്ടതും പോരാ, പിന്നെ കുറ്റം മുഴുവൻ എനിക്കായോ? അതിപ്പോ ഞാനേ പൈക്കൾക്ക് തിന്നാട്ടെടുത്തതല്ലേ. ഇതും അന്റെ ഒരു പശുവും. ഇങ്ങള് പോകില്ല, ഒന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇപ്പഴേ ചിരിച്ചുകൊണ്ട് നിക്കാ നല്ലത്. അതപ്പൊ നല്ലത്. ഇനി ആരെങ്കിലും വരുമ്പത്തിന് ആ പഴത്തൊലി ഒന്ന് തിന്ന് ഇന്റെ പജ്ജേ. ഇപ്പൊ എങ്ങനെയുണ്ട് ചെറിയമ്മേ? വേദനക്ക് ആശ്വാസമുണ്ടോ? മമ്മി, അവളോട് തടവ് നിർത്തണ്ട പറ. നല്ലോണം കാല് ഒഴിഞ്ഞു തരാൻ പറഞ്ഞോ? അവള് പോയാ ഞാൻ ഒഴിഞ്ഞു തരില്ല കേട്ടോ. അതിന് അവള് ഒഴിഞ്ഞിട്ട് എനിക്കവിടെ സമാധാനം. കാല് വേദനക്ക് ഒരു കുറവുമില്ല, കൂടുന്നേ ഉള്ളൂ വേദന. അതിനെങ്ങനെ? ആ പെണ്ണിന്റെ കൈ തൊട്ട വല്ലതും കൈപ്പുണ്യം വേണ്ടേ? പിശാച്. ദേ, പോയിട്ട് അവിടെയുള്ള തുണികളൊക്കെ കുറേയുണ്ട്. അതൊക്കെ പോയി അലക്കിയിടടി. എല്ലാം ഉണങ്ങി കിട്ടണ്ടേ? ഞാൻ പോയി അലക്കിയിട്ടോളാം. ഇവിടെ നിന്നൊന്നും അലക്കണ്ട, ചളി നേരെ അവിടെ പോവില്ല. ഇന്ന് മൂലേ പോരാ, ആ പുഴയിൽ കൊണ്ടുപോയി നല്ലപോലെ അലക്കി എടുത്തിട്ട് വാ. നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വേണം വിരിച്ചിടാൻ, കേട്ടല്ലോ? ഞാൻ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് തന്നെയാ വിരിച്ചിടാറ്. ഓ, നിന്റെ വൃത്തിയൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. കൊണ്ടുപോയി അലക്കിയിട്ട് വാടി. എന്റെയും കുട്ടികളുടെയും വില കൂടിയ ഡ്രസ് ഉണ്ട്, അതൊന്നും കല്ലിൽ അടിച്ചലക്കരുത്. പതിയെ വെള്ളത്തിൽ ഒലുമ്പി എടുത്താൽ മതി, കേട്ടല്ലോ? കേട്ടു. എന്നാ പിന്നെ എഴുന്നേറ്റ് പോടി. എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? ഞാനിപ്പോ ചവിട്ടി താഴെ ഇടും നിന്നെ. മുത്തേ, അച്ഛാ. വന്നോ? മുത്തേ, മുത്തിനിതാ ഒരു സർപ്രൈസ്. അതെന്താ അച്ഛാ? ഇത് വാങ്ങിക്ക് നീയ്. മുത്തിന് സന്തോഷായോ? ഒരുപാട് ഒരുപാട് സന്തോഷായി അച്ഛാ. മുത്തിന്റെ സന്തോഷം മാത്രം നോക്കിയാൽ മതിയല്ലോ. എന്റെ മോളൊരു ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലേ? ഇപ്പൊ നോക്കിയാലും മുത്ത് 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 മുത്ത്. ചോദിക്ക് മമ്മി, അങ്ങനെ ചോദിക്ക്. അവളെ മാത്രം അങ്ങനെ സ്നേഹിച്ചാൽ മതിയോ? സ്നേഹം മുഴുവൻ അവളുടെ അമ്മ ചത്തുപോയെന്ന് കരുതി അവളോടാ. വർഷേ, സൂക്ഷിച്ച് സംസാരിക്ക്. അല്ലേ, ഞാനിപ്പോ പറഞ്ഞതാണോ കുറ്റം? നിങ്ങൾ ചെയ്തതല്ലേ? മുത്തേ,
മുത്തേ, ഇത് നിന്റെ റൂമിൽ കൊണ്ടുപോയി വെക്ക്. വേണ്ട അച്ഛാ, മണിക്കുട്ടിക്കും ഡുണ്ടൂനും ചെറിയമ്മക്കും കൊടുത്തോ. ഓ, അവളുടെ ഒരു ഔദാര്യം. മുത്തേ, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇത് അവർക്ക് കൊടുക്കാനുള്ളതല്ല. നീ ഇത് കൊണ്ടുപോയി നിന്റെ റൂമിൽ കൊണ്ടുപോയി വെക്ക്. നിന്റെ അച്ഛനാണ് ഈ പറയുന്നത്. ശരി അച്ഛാ. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം എന്താണെന്നോ? നിങ്ങൾക്ക് ഒരു കൊച്ചേയുള്ളോ? ഈ കൊച്ച് നിങ്ങളുടേതല്ലേ? നിന്റെ പ്രശ്നം എന്താ ഇപ്പോ? മുത്തി ഞാൻ ഗിഫ്റ്റ് കൊടുത്തതല്ലേ? അതാണല്ലോ ഇപ്പോഴത്തെ വിഷയം. എന്നാ ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം തരില്ല. അവൾക്കത് സന്തോഷാവും. അതുകൊണ്ടാ അവൾക്ക് ഞാൻ ആ ഗിഫ്റ്റ് കൊടുത്തത്. അതെന്ത് ഗിഫ്റ്റാ? ഞങ്ങൾക്ക് സന്തോഷം തരാത്ത അവൾക്ക് സന്തോഷം കൊടുക്കുന്ന ഗിഫ്റ്റ്? അതൊക്കെ ഉണ്ട്, പക്ഷേ അത് അവൾക്ക് വലിയ സന്തോഷാവും.